ഏവർക്കും ഹൃദ്യമായ വന്ദനം. 2025 എന്ന വർഷം അവസാനിക്കുകയാണ്. 2026 മധുരിമയെ കാത്ത് വളരെ പ്രത്യാശയോടുകൂടിയാണ് നാം ഓരോരുത്തരും ഓരോ നിമിഷവും ജീവിക്കുന്നത്. 2025 നമുക്കുണ്ടായ നന്മയും തിന്മയും കലർന്ന അനുഭവങ്ങൾ അതെല്ലാം മാറി 2026 പൂർണ്ണമായും നന്മയുടേതായി മാറട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ട അധ്യാപകർക്ക് വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ. പുതിയ അധ്യയന വർഷമൊന്നുമല്ല, എങ്കിലും 2026 എന്ന പുതിയ വർഷം പിറക്കുമ്പോൾ പ്രിയപ്പെട്ട അധ്യാപകർക്കായി നിങ്ങൾ പലതവണ കേട്ടിട്ടുള്ള ഒരു കഥ ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്. ഒരു സർവകലാശാല അവിടുത്തെ ഗവേഷണ വിദ്യാർത്ഥികളുമായി ചേർന്ന് ഒരു ചേരി പ്രദേശത്ത് ഒരു ഗവേഷണം നടത്താൻ തീരുമാനിക്കുന്നു. അവിടെ അന്നുള്ള കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും എല്ലാം പ്രത്യേകമായി കണ്ട് അഭിമുഖങ്ങൾ തയ്യാറാക്കുന്നു. അവരുടെ സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ ചുറ്റുപാടുകളെ പറ്റിയായിരുന്നു അന്വേഷണം. ഈ ഗവേഷക വിദ്യാർത്ഥികൾ ഒരു പ്രബന്ധം തയ്യാറാക്കി. ആ പ്രബന്ധത്തിൽ ഇങ്ങനെയാണ് സൂചിപ്പിച്ചിരുന്നത്: ആ പ്രദേശത്ത് 20 കുട്ടികളുണ്ട്. ആ 20 കുട്ടികളിൽ ഒരാൾ പോലും ഭാവിയിൽ മികച്ച സ്ഥാനത്ത് എത്തുവാൻ ഇടയാകില്ല. ആ 20 പേരും ഒന്നുകിൽ കള്ളനോ കൊള്ളക്കാരനോ ഒക്കെ ആയി മാറും എന്നുള്ളതായിരുന്നു ആ ഗവേഷണ പ്രബന്ധത്തിന്റെ ഒരു സമ്മറി. കാലം കടന്നു പോകുന്നു. 25 വർഷത്തിന് ശേഷം ആ സർവകലാശാലയിൽ അന്ന് ഗവേഷണം നടത്തിയ വിഭാഗത്തിന്റെ തലവനായി മറ്റൊരു അധ്യാപകൻ എത്തുന്നു. ആകസ്മികമായി 1/4 നൂറ്റാണ്ട് മുൻപ് തയ്യാറാക്കിയ ആ ഗവേഷണ പ്രബന്ധം കണ്ട ആ പുതിയ മേധാവി ഇപ്പോൾ ആ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും എന്നറിയാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചു. ഗവേഷക വിഭാഗത്തിൽ അന്നുള്ള കുട്ടികളെ വിളിച്ചിട്ട് അന്നത്തെ ഗവേഷക വിദ്യാർത്ഥികളെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇന്ന പ്രദേശത്ത് പോകണം. ഈ കുട്ടികളുടെ അന്നത്തെ കുട്ടികളുടെ വിലാസവും ഒക്കെ ഉണ്ട്. ഇവര് ഇപ്പോൾ എവിടെയാണ് എന്ന് കണ്ടെത്തണം. ഇവർ എന്ത് ചെയ്യുന്നു എന്ന് കണ്ടെത്തണം. പുതിയ ബാച്ചിലെ 1/4 നൂറ്റാണ്ടിന് ശേഷമുള്ള ബാച്ചിലെ ഗവേഷക വിദ്യാർത്ഥികൾ പഴയ ചേരി പ്രദേശത്ത് എത്തുന്നു. അവിടുന്ന് വിലാസമൊക്കെ തപ്പിപ്പിടിച്ച് അന്നത്തെ ആ 20 കുട്ടികളെ തിരഞ്ഞു പിടിക്കുന്നു. തിരഞ്ഞു കണ്ടെത്തും. 20 കുട്ടികളും ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഉന്നത പദവിയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് ഗവേഷക വിദ്യാർത്ഥികൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. ഗവേഷക വിഭാഗത്തിന്റെ പുതിയ മേധാവിക്ക് വലിയ ആശ്ചര്യമുണ്ടായി. എന്താ വെച്ചാൽ ശാസ്ത്രീയമായി കണ്ടെത്തിയ ഒരു പഠന റിപ്പോർട്ട് ഇത്രത്തോളം തെറ്റിപ്പോകാനുള്ള സാധ്യതയില്ല. എന്താണ് സംഭവിച്ചത് എന്നറിയാൻ ഈ ഗവേഷക വിഭാഗത്തിന്റെ മേധാവിക്ക് ഒരു താല്പര്യമുണ്ടായി. അദ്ദേഹം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, ആ ചേരി പ്രദേശത്തോട് ചേർന്നുള്ള വിദ്യാലയത്തിൽ ഒരു അധ്യാപകൻ എത്തിയിരുന്നു. ആ അധ്യാപകൻ 25 വർഷങ്ങൾക്ക് മുൻപ് ഒരു അധ്യാപകൻ വന്നിരുന്നു. ആ അധ്യാപകൻ അവിടുത്തെ മുഴുവൻ കുട്ടികളെയും കൃത്യമായി പകർന്നു കൊടുക്കുന്നതിനുള്ള പ്രവർത്തനം നടത്തി. ഈ ഗവേഷക വിഭാഗത്തിന്റെ മേധാവി ആ അധ്യാപകനെ തിരക്കി പോവുകയാണ്. അധ്യാപകൻ കഴിയുന്ന ഒരു വയോജന മന്ദിരത്തിലാണ്. ഈ ഗവേഷക വിഭാഗത്തിന്റെ മേധാവി ആ വയോജന മന്ദിരത്തിൽ കഴിയുന്ന അധ്യാപകനെ കണ്ടിട്ട് ചോദിച്ചു, അങ്ങ് എന്ത് മാന്ത്രിക വിദ്യയാണ് ആ ചേരി പ്രദേശത്തെ കുട്ടികളിൽ കാട്ടിയത്? അങ്ങ് എന്ത് മാന്ത്രികതയാണ് ആ ചേരി പ്രദേശത്തെ ആ കുട്ടികളിൽ കാട്ടിയത്? വയോജന മന്ദിരത്തിന്റെ അകത്തളങ്ങളിൽ സ്വന്തം സ്വപ്നങ്ങളെല്ലാം ഹോമിക്കപ്പെട്ട് കഴിയുന്ന ആ അധ്യാപകൻ, ആ ശ്രേഷ്ഠ ഗുരുനാഥൻ പറഞ്ഞ ഒരു വാചകമുണ്ട്:
ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ ആകെ ചെയ്തത് അവരെ ഞാൻ ചേർത്തു പിടിച്ചു, അവരെ ഞാൻ സ്നേഹിച്ചു. അവർ ഉന്നത പദവികളിലെത്തി. പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, നമ്മുടെ കുട്ടികളെ ചേർത്തു പിടിക്കുവാൻ, നമ്മുടെ കുട്ടികളെ സ്നേഹിക്കുവാൻ, വഴിതെറ്റിപ്പോകാവുന്ന സാഹചര്യത്തിൽ അവരെ ഒപ്പം നിർത്തുവാൻ, നമ്മുടെ മാറോട് ചേർത്തണച്ച് സ്വന്തം മക്കളെ പോലെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയെങ്കിൽ കാലങ്ങൾക്ക് ശേഷം അവർ ഉന്നത പദവികൾ അലങ്കരിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം, ഞാൻ അന്നവരെ ചേർത്തു പിടിച്ചതാണ്, ഞാൻ അന്നവരെ സ്നേഹിച്ചതാണ്. 2026 പിറക്കുമ്പോൾ പ്രിയപ്പെട്ട അധ്യാപകരെ, നമുക്കൊരു തീരുമാനമെടുക്കാം. ഞാൻ എൻ്റെ വിദ്യാർത്ഥികളെ എൻ്റെ സ്വന്തം മക്കളെ പോലെ കരുതി ചേർത്തു പിടിക്കും, അവരെ ഞാൻ സ്നേഹിക്കും. തീർച്ചയായും 2026 അധ്യാപക ജീവിതത്തിലെ മഹത്തരമായ വർഷമായി മാറട്ടെ എന്ന് സ്നേഹത്തോടെ ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.